ഉള്ളി വറുത്തത് നമ്മൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കായിട്ട് 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 2 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്, പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കാണും ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഫുള്ള് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്. അപ്പോൾ നമ്മൾ 3 സവാള നീളത്തിൽ അരിഞ്ഞ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിന് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലയ്ക്കായിട്ട് നമ്മൾ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 4 ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി, അത് കാശ്മീരിയും എരിവുള്ള മുളകും കൂടി പൊടിച്ചെടുത്തതാണ്. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ട് എരിവിന്. ഗരം മസാല നമ്മൾ മണത്തിനായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തക്കാളി 2 നമ്മളതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മുടെ ഈ ഉള്ളി വറുത്ത വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം. ഉള്ളി വറുത്തത് നമ്മൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് എവിടെ തിരുമ്മി കൊടുക്കാം. ഈ ഉള്ളി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് പൊടിയും. വേണ്ടവർക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്തുള്ള എരിവും പുളിയെല്ലാം പിടിച്ച് നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. നന്നായിട്ട് ഞെവിടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഉള്ളി വറുത്തെടുത്ത എണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം.
10 മിനിറ്റ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാനുണ്ട്. പച്ചമുളക് ഉടഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റം കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിച്ചീര ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുകയാണ്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മെട്ടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രുചികരമായ ഹോട്ടൽ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.